സോ ഇന്ന് നമ്മളെടുക്കാൻ പോകുന്ന പുതിയ ചാപ്റ്ററാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്? എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? ക്യാപിറ്റലിൽ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് ക്യാപിറ്റൽ? അത് പറഞ്ഞിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് പറയാം. സോ വാട്ട് ഈസ് ക്യാപിറ്റൽ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണർ കോൺട്രിബ്യൂഷൻ ടു എ ബിസിനസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് 50 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്ന് വിചാരിക്കും. സോ 50 lakh റുപ്പീസാണ് നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആവശ്യം. സോ ഓണറിൻ്റെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടാണ് ഈ 50 lakh. സോ ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാരണം ഈ 50 lakhനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഈ 50 lakh ഉപയോഗിച്ചിട്ട് ഈ ഓണർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? ഫസ്റ്റ് തന്നെ നമുക്ക് ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, മിഷനറി, ഒരു ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓണർ മുടക്കണ എമൗണ്ട്, അതാണ് ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, മിഷനറി, ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് ഉപയോഗിക്കും. ഇത് ഫിക്സഡ് അസെറ്റാണ്, ശരിയല്ലേ? സോ ഈ എമൗണ്ട് അവിടെ പെർമനൻ്റ്ലി ബ്ലോക്ക് ചെയ്ത് കിടക്കണ എമൗണ്ടാണ്. ഫോർ എക്സാമ്പിൾ, 50 lakh ഉപയോഗിച്ചിട്ട് ഈ എമൗണ്ട്, ഈ കാര്യങ്ങൾ ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, ഫിക്സഡ് അസെറ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ 50 lakhലെ ഒരു 40 lakh എടുത്തിട്ട് ഈ അസെറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഇതിനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ അവിടെ ബ്ലോക്ക് ചെയ്ത് എടുക്കണം. സോ ദിസ് ഇസ് നോൺ ആസ് ഫിക്സഡ് ക്യാപിറ്റൽ. ഒരു കമ്പനിക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മാത്രം പോരാ, കമ്പനിയുടെ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യണം, അല്ലേ? ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. ഈ ഡേ ടു ഡേ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഫോർ ഷോർട്ട് ടേം പർപ്പസ് ആണ്. ഫോർ എക്സാമ്പിൾ, ആ കമ്പനിക്ക് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം, വേജസ്, വാണ്ട് ടു പേ ദ സാലറി, റെൻറ്റ്, അഡ്വർടൈസ്മെൻറ്റ് ചാർജസ്, ഓഫീസ് എക്സ്പെൻസസ്, ട്രാവലിംഗ് എക്സ്പെൻസസ്, ഇതൊക്കെ കമ്മീഷൻ, ഇതൊക്കെ വരും. ഇതിനൊക്കെ കമ്പനിയുടെ കയ്യിൽ ഫണ്ട് ഉണ്ടായിരിക്കണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ? സോ വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ദ എമൗണ്ട് ഓഫ് കറണ്ട് അസെറ്റ്സ് that a business firm has to maintain for its day-to-day operations, or in other words, it is the capital required for day-to-day working of an enterprise. So ഇതിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഇവിടെ ക്യാപിറ്റൽ, നിങ്ങൾ ശ്രദ്ധിക്കുക, ക്യാപിറ്റലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ ഇവിടെ നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത് വർക്കിംഗ് ക്യാപിറ്റലാണ്. സോ വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ദ ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ദ ഡേ-ടു-ഡേ വർക്കിംഗ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. നെക്സ്റ്റ് ടോപ്പിക് നിങ്ങൾക്ക് വരുന്നത് കോമ്പോണൻറ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ സംബന്ധിച്ചിടത്തോളം 2 കോമ്പോണൻറ്റ്സ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നത്. ഒന്ന് കറണ്ട് അസെറ്റും, സെക്കൻഡ് വൺ കറണ്ട് ലയബിലിറ്റീസ് ആണ്. സോ കറണ്ട് അസെറ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ് ആണ് കറണ്ട് അസെറ്റും കറണ്ട് ലയബിലിറ്റീസും, അല്ലേ? കറണ്ട് അസെറ്റ് വരുന്നത് അസെറ്റ് സൈഡിലാണ് വരുന്നത്. സോ കറണ്ട് അസെറ്റ് എന്താണ്? കറണ്ട് അസെറ്റ്, കറണ്ട് അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ വിച്ച് ആർ ഐദർ ഇൻ ദ ഫോം ഓഫ് ക്യാഷ് or which can be converted into cash within a period of 1 year. ഒന്നല്ലെങ്കിൽ ക്യാഷിൻ്റെ ഫോം, അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസെറ്റ്സിനെയാണ് നമ്മൾ കറണ്ട് അസെറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് 3 രീതിയിൽ വരാം. ക്ലോസിംഗ് സ്റ്റോക്ക് റോ മെറ്റീരിയലിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വരാം. വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സാണ്, റോ മെറ്റീരിയൽ അല്ല, എന്നാൽ ഫിനിഷ്ഡ് ഗുഡ്സും അല്ല, അത് പ്രൊഡക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അതിലും ക്ലോസിംഗ് സ്റ്റോക്ക് വരാം. ദെൻ ഫിനിഷ്ഡ് സ്റ്റോക്ക്, ഫിനിഷ്ഡ് ഗുഡ്സിലും ക്ലോസിംഗ് സ്റ്റോക്ക് വരാം, അതായത് അൺസോൾഡ് ഗുഡ്സ്. സോ ക്ലോസിംഗ് സ്റ്റോക്ക് ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ബിൽസ് റിസീവബിൾ, കിട്ടാനുള്ളത്. ഡെറ്റേഴ്സ്, സെൻട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തരാനുള്ളവരാണ് വരുന്നത്. ദെൻ അക്രൂഡ് ഇൻകം ഓർ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, കിട്ടാനുള്ള ഇൻകമാണ്. ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര, ഇതൊക്കെയാണ് കറണ്ട് അസെറ്റ്സ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇതാണ് ഫസ്റ്റ് കോമ്പണൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ സെക്കൻഡ് കോമ്പണൻറ്റ് വരുന്നത് കറണ്ട് ലയബിലിറ്റീസ് ആണ് വരുന്നത്. സോ വാട്ട് ആർ കറണ്ട് ലയബിലിറ്റീസ്? ദോസ് ലയബിലിറ്റീസ് വിച്ച് ആർ ടു ബി റീപെയ്ഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 1 year. നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ അടച്ച് തീർക്കേണ്ട ബാധ്യതകളിനെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റീസിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ക്രെഡിറ്റേഴ്സ്, നമ്മൾ പൈസ കൊടുക്കാനുള്ള വ്യക്തികൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സപ്ലൈസ് ആയിരിക്കാം, നമുക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ നമ്മൾ കടത്തിന് നിർത്തിണ്ടായിരിക്കും, അവർക്ക് പൈസ കൊടുക്കാണ്ടായിരിക്കും. സോ ക്രെഡിറ്റേഴ്സ്. ബിൽസ് പേയബിൾ, കൊടുക്കാനുള്ള ബിൽസ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, നമ്മൾ ബാങ്കിൽ നിന്ന് ഷോർട്ട് ടേം ആയിട്ട് കറണ്ട് അക്കൗണ്ടിൽ നിന്ന് ഉള്ളതിനായിട്ടും കൂടുതൽ എമൗണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഡ്യൂ ആയിട്ടുണ്ട് ബട്ട് നോട്ട് പെയ്ഡ്, അങ്ങനത്തെ എക്സ്പെൻസസ് തന്നെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വരുന്നുണ്ട്. സോ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി അഡ്വാൻസ് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ എ കറണ്ട് ലയബിലിറ്റി. ദെൻ ഡിവിഡൻഡ് പേയബിൾ, കൊടുക്കാനുള്ള ഡിവിഡൻഡ്,
അതായത് ഡിക്ലെയർഡ് ഡിവിഡൻഡ്, ദാറ്റ് ഈസ് ഓൾസോ എ ലയബിലിറ്റി ആൻഡ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഇതൊക്കെയാണ് ഷോർട്ട് ടേം ലയബിലിറ്റീസ് അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. നമുക്ക് 2 കൺസെപ്റ്റാണ് വരുന്നത്. ഒന്ന് ഗ്രോസ് കൺസെപ്റ്റ്, സെക്കൻഡ് വൺ നെറ്റ് കൺസെപ്റ്റ്. ഇങ്ങനെ 2 കൺസെപ്റ്റാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത്. എന്താണ് ഗ്രോസ് കൺസെപ്റ്റ്? ഗ്രോസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്രോസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്, ദാറ്റ് ഈസ് ടോട്ടൽ കറണ്ട് അസറ്റിനെയാണ് നമ്മൾ ഗ്രോസ് കൺസെപ്റ്റിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇനി നെറ്റ് കൺസെപ്റ്റിൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോർ നെറ്റ് കൺസെപ്റ്റ്. ഈ ഗ്രോസ് കൺസെപ്റ്റ് പ്രൊപ്രൈറ്റർഷിപ്പ്, സിംഗിൾ ഓണർ, സോൾ ട്രേഡർ ഒക്കെ കൺസേൺ ഓർ പാർട്ട്ണർഷിപ്പ് കൺസേൺ ഒക്കെയാണ് മെയിനായിട്ട് ഗ്രോസ് കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത്. നെറ്റ് കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി, അതായത് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനാണ് മെയിനായിട്ട് നെറ്റ് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. നെറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. സോ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഡിവൈഡഡ് മെയിൻലി ഇൻറ്റു 2, ഓൺ ദ ബേസിസ് ഓഫ് കൺസെപ്റ്റ് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം. So on the basis of concept, gross concept and net concept. ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ആസ് പെർ ഗ്രോസ് കൺസെപ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്, ആൻഡ് ആസ് പെർ നെറ്റ് കൺസെപ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ടൈം ആണ്. സോ ഓൺ ദ ബേസിസ് ഓഫ് ടൈം വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. സോ പെർമനൻ്റ്ലി എന്താണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? സോ ആ വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ ബ്ലോക്ക്ഡ് ആണ്. ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വേരിയബിൾ, ചേഞ്ചിങ് ആണ്. അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു കണ്ടീഷൻ ആ വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഗ്രാഫ് നോക്കി, ഇപ്പോൾ ഇത് ടൈമാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ അങ്ങനെ കൺസേൺ ചെയ്യുമ്പോൾ ഇവിടെ ഗ്രാഫിൽ ടൈമാണ് ഇവിടെ എക്സ് ആക്സിസിൽ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്, വൈ ആക്സിസിൽ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. സോ ഇവിടെ എത്ര വർഷമാണെങ്കിലും അവിടെ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ബ്ലോക്ക്ഡ്. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഓൾസോ നോൺ ആസ് ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ ആ എമൗണ്ട് അവിടെ പെർമനൻ്റ് ആയിരിക്കും. ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വേരിയബിൾ. ഇപ്പോൾ സെയിൽസ് കൂടിയ വർഷങ്ങൾ എന്തായിരിക്കും, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് കൂടും. സെയിൽസ് കുറവാണെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ കുറവായിരിക്കും, വേജസ് കുറവായിരിക്കും. സോ അവിടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടേ വരും. അതാണ് ടെമ്പററി ഓർ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. സോ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനെ ഇവിടെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ റിസർവ് മാർജിൻ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ കുഷൻ വർക്കിംഗ് ക്യാപിറ്റൽ. സോ ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കമ്പനിക്ക് വരുന്ന ക്യാപിറ്റലിനെയാണ്, ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് തുടർന്നുകൊണ്ടേ പോകാനായിട്ട് നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് ആവശ്യമുണ്ട്, അതവിടെ ബ്ലോക്ക്ഡ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ മിനിമം നമുക്ക് ആ എമൗണ്ട് അവിടെ മിനിമം എമൗണ്ട് ഉണ്ട് ഇല്ലേ. ഒരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കനറ ബാങ്ക് എടുക്കുകയാണെങ്കിൽ 1000 റുപ്പീസാണ്. ഒരു SBI കൺസേൺ ചെയ്യുമ്പോൾ 3000 റുപ്പീസാണ് മിനിമം ബാലൻസ് ആയിട്ട് വരുന്നത്. സോ ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റോക്കിലും പ്രൊഡക്ഷൻ നിർത്താതെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് മിനിമം എമൗണ്ട് ഓഫ് സ്റ്റോക്ക് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ബ്ലോക്ക് ചെയ്ത് വെക്കണം. സോ അതിനെയാണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. റിസർവ്, നമുക്ക് അൺഫോർസീൻ സിറ്റുവേഷൻ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ ഉപയോഗിക്കുന്നത്. ഇതാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ആൻഡ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. സോ വാട്ട് ഈസ് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില സീസണൽ പ്രൊഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഐസ്ക്രീം അല്ലേ, ഈ സമയത്ത് അല്ലെങ്കിൽ ചൂടുള്ള സമയത്ത് കൂടുതൽ എന്തായിരിക്കും, മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. സോ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കൂടുതലായിരിക്കും. റെയിനി സമയത്ത് അംബർല മേക്കിംഗ് അല്ലേ, ആ സമയത്ത് സ്കൂൾ ബാഗ്സ് അതൊക്കെ ജൂൺ സ്കൂൾ തുടങ്ങണ അവസരത്തിൽ ജൂൺ ജൂലൈയിൽ അതിന് റിക്വയർമെൻറ്റ് കൂടുതലായിരിക്കും. ആ സമയത്ത് കൂടുതൽ പ്രൊഡക്ഷൻ നടക്കും. സോ അവിടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് കൂടും. സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്തെങ്കിലും സ്പെഷ്യൽ അല്ലെങ്കിൽ എന്താ എക്സ്ട്രാ ക്യാമ്പയിനൊക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ബൾക്ക് ഓർഡർ കിട്ടി, ബൾക്ക് സെയിലാണ് നമുക്ക് കിട്ടുന്നത്. സോ അങ്ങനെ ബൾക്ക് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടായി, നമുക്ക് കൂടുതൽ സ്റ്റോക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്, കൂടുതൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് സ്റ്റോക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. സോ അതിനെയാണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വരുന്നത്. ഇത് കൂടാണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ, ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. സോ ബാലൻസ് ഷീറ്റിനെ ബേസ് ചെയ്തിട്ട്, അതായത് കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി കൺസേൺ ചെയ്യുമ്പോഴാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കൺസേൺ ചെയ്യണത്. ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന നമുക്ക് എക്സ്പെൻസസ് ഇല്ലേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാലറി, വേജസ്, ഇൻട്രസ്റ്റ്, ഇതൊക്കെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക. ഇതിനെ നമുക്ക് എന്ത് പറയാം, ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ വർക്കിംഗ് ക്യാപിറ്റലിന് എവിടെ നിന്നൊക്കെയാണ് ഫണ്ട് നമ്മൾ റേസ് ചെയ്യണത്? 3 രീതിയിലാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യണത്. 1 ലോങ് ടേം സോഴ്സസ് ഉണ്ട്, 2 ഷോർട്ട് ടേം സോഴ്സസ് ഉണ്ട്, 3 ട്രാൻസാക്ഷണറി സോഴ്സസ് ഉണ്ട്. ഇങ്ങനെ 3 സോഴ്സസിലൂടെയാണ് വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് നമുക്ക് റേസ് ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് വൺ ലോങ് ടേം സോഴ്സസ് ആണ്. നിങ്ങൾ ക്യാപിറ്റൽ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. സോ അതിൽ വരുന്നതാണ് ലോങ് ടേം സോഴ്സസ്, അതായത് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, റീറ്റെയിൻഡ് ഏർണിങ്സ്, ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ലോൺ ഫ്രം ബാങ്ക്. സോ ഇതൊക്കെയാണ് നമുക്ക് വരുന്ന ലോങ് ടേം സോഴ്സസിൽ വരുന്നത്. ഷെയർസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഷെയർസ് 2 തരത്തിലുണ്ട്, ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. ഡിബഞ്ചേഴ്സ്, ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് അക്നോളജിങ് എ ഡെറ്റ് ആണ്. റീറ്റെയിൻഡ് ഏർണിങ്സ്, റിസർവ് ആണ്, പ്രോഫിറ്റ് എന്ന് മാറ്റിവെക്കുന്ന ഒരു എമൗണ്ട് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. സോ സെയിം തന്നെയാണ്, ഇതിന് മറ്റൊരു പേരാണത്. നെക്സ്റ്റ് ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ലോൺ ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കണം. ദീസ് ആർ ഓൾ ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്സ്. നെക്സ്റ്റ് വൺ ഷോർട്ട് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്സ് ഓർ ടെമ്പററി ഫണ്ട്സ്, അതായത് ചുരുങ്ങിയ കാലം കൊണ്ട് അടച്ച് തീർക്കേണ്ടത്. ഇത് നമ്മൾ 1-ൽ കൂടുതൽ വർഷം എടുത്തിട്ടാണ് ലോങ് ടേം സോഴ്സസ് നമ്മൾ അടയ്ക്കുക. എന്നാൽ 1-ൽ താഴെ വർഷം കൊണ്ട്, 1 വർഷത്തിനുള്ളിൽ അടച്ച് തീർക്കേണ്ടതാണ്. അതിന് ഫണ്ട് എവിടെ നിന്നൊക്കെയാണ് കിട്ടുക? ഫ്രം കമേഴ്ഷ്യൽ ബാങ്ക്സ്. കമേഴ്ഷ്യൽ ബാങ്ക്സിന് കിട്ടും. അതായത് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ്, നിങ്ങൾ ഓവർ ഡ്രാഫ്റ്റ് എടുക്കണം, കറണ്ട് അക്കൗണ്ടിന് ഉള്ളതിനായിട്ടും കൂടുതൽ എമൗണ്ട് എടുക്കുക, ക്യാഷ് ക്രെഡിറ്റ് അവൈൽ ചെയ്യുക, ആൻഡ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യുക. ഇതൊക്കെ നമുക്ക് കമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പോസിബിൾ ആണ്. ഷോർട്ട് ടേം ലോൺസ് എടുക്കുക, 1 വർഷത്തിന് താഴെ വരുന്ന ലോൺസ്. നെക്സ്റ്റ് പബ്ലിക് ഡെപ്പോസിറ്റ് ആണ്, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് കമ്പനി ആരുടെ നിന്ന് മേടിക്കുന്നത്? പബ്ലിക്കിൻ്റെ നിന്നാണ് മേടിക്കുന്നത്. സോ മിനിമം 5 lakh ആണ് ഇതിൻ്റെ വരുന്നത്. സോ പബ്ലിക് ഡെപ്പോസിറ്റ്. നെക്സ്റ്റ് വൺ ഇൻഡിജിനസ് ബാങ്കേഴ്സ് ആണ്. ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് ആണ് വരുന്നത്. സോ പ്രൈവറ്റ് മണി ലെൻഡേഴ്സിന് നമുക്ക് എന്ത് കിട്ടും? ഷോർട്ട് ടേം സോഴ്സസ് കിട്ടും. നമുക്ക് ഫണ്ട് ആവശ്യമായിട്ടുള്ള, വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കിട്ടും. ദെൻ ഫാക്ടറിങ് ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. ഫാക്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ഓർഗനൈസേഷൻ അവരുടെ ഗുഡ്സ് ക്രെഡിറ്റിനാണ് സെയിൽ ചെയ്യണത്. ക്രെഡിറ്റിന് സെയിൽ ചെയ്തിട്ട് കിട്ടുന്ന ബിൽസ് ഒരു ഫാക്ടറുടെ അടുത്ത് ഡിസ്കൗണ്ട് ചെയ്യണം. ആ ഫാക്ടർ ആയിരിക്കും പിന്നീട് എന്ത് ചെയ്യണത്? ആരുടെ കയ്യിലേക്കാണോ ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുള്ള കമ്പനി, അവരുടെ കയ്യിൽ നിന്ന് പിന്നീടുള്ള ഒരു ഡേറ്റിനായിരിക്കും വാങ്ങിക്കുക. ഒരു കമ്പനിയുടെ ഗുണം അപ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്യാം? ഫാക്ടറുടെ അടുത്ത് കൊടുത്തിട്ട് എമൗണ്ട് കിട്ടും. അവർക്ക് റിസ്ക് അവോയ്ഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ക്രെഡിറ്റിന് സെയിൽ ചെയ്യുമ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓൺ ടൈമിൽ ചിലപ്പോൾ അവർ പേയ്മെൻറ്റ് തരില്ല, ഡിലേ ആക്കും. അതേപോലെ തന്നെ ബാഡ് ഡെറ്റ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ശരിയല്ലേ? സോ അവരെന്ത് ചെയ്യണം? ഒരു ഫാക്ടറിനെ, ഒരു തേർഡ് പാർട്ടീനെ ഏൽപ്പിക്കുകയാണ്. അതാണ് ഫാക്ടർ പിന്നെ അവരുടെ നിന്ന് കളക്ട് ചെയ്തോളും. സോ ഇങ്ങനെയൊക്കെ ഷോർട്ട് ടേം ഫണ്ട് റേസ് ചെയ്യാം. സോ നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നതാണ് ട്രാൻസാക്ഷണറി സോഴ്സസ്. ട്രാൻസാക്ഷണറി സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന് ഫണ്ട് കിട്ടുന്നത് നോർമൽ ബിസിനസ് ഓപ്പറേഷനിൽ നിന്നാണ്. അപ്പോൾ അതിൽ വരുന്നതാണ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് ലയബിലിറ്റീസ്. ട്രേഡ് ക്രെഡിറ്റേഴ്സ്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറിന് ഫണ്ട് അപ്പോൾ തന്നെ കൊടുക്കണില്ല, നമ്മൾ കുറച്ച് ഡിലേ വരുത്തുകയാണ്. സോ ഡിലേ വരുത്തുമ്പോൾ നമുക്ക് എന്തായി? ആ ഫണ്ട് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് വൺ ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ വർഷവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡിപ്രീസിയേഷൻ എഴുതുന്നുണ്ട് അല്ലേ? ആ ഫണ്ട് പുറത്തേക്ക് പോകുന്നില്ല, ആ ഫണ്ട് ഫിക്സഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല. അതെന്താ ചെയ്യുക? പ്രാക്ടിക്കലി കമ്പനി എന്ത് ചെയ്യും? അത് വർക്കിംഗ് ക്യാപിറ്റലിനായിട്ട്
എടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഡിപ്രിസിയേഷൻ, ദെൻ ടാക്സ് ലയബിലിറ്റീസ്, അതായത് പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ കമ്പനി എന്ത് ചെയ്യും, TDS പിടിക്കാറുണ്ട്. സാലറി കൊടുക്കുമ്പോൾ തന്നെ എംപ്ലോയീസിൻ്റെ സാലറി കൊടുക്കുമ്പോൾ തന്നെ ടാക്സ് പിടിക്കാറുണ്ട്. ഈ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. കമ്പനി ടാക്സ് ഡെയിലി അടയ്ക്കില്ല. എന്ത് ചെയ്യും, ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് കമ്പനിയുടെ ടൈം ആകുമ്പോൾ ആഫ്റ്റർ 1 month അല്ലെങ്കിൽ ആഫ്റ്റർ 2 monthsന് ശേഷമാണ് ഈ എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുക. സോ ആ 2 months വരെ കമ്പനിക്ക് റോൾ ചെയ്യാനായിട്ട് ഫണ്ട് ഉണ്ടായിരിക്കും. സോ ഇത് തന്നെയാണ് ട്രാൻസാക്ഷണറി സോഴ്സസ് എന്ന് പറയുന്നത്. നോർമൽ ബിസിനസ് ഓപ്പറേഷനിൽ നിന്ന് ഒരു ഓർഗനൈസേഷന് കിട്ടുന്ന ഷോർട്ട് ടേം ഫണ്ടാണ് മെയിനായിട്ട് വരുന്നത്. സോ സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിനെ മെയിനായിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ലോങ് ടേം, ഷോർട്ട് ടേം ആൻഡ് ട്രാൻസാക്ഷണറി. സോ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫിനാൻസിങ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങൾ കണ്ടതാണ്. സോ സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൽ 2 തരത്തിലുള്ള ഫണ്ട് നിങ്ങൾക്ക് റേസ് ചെയ്യാം. മെയിനായിട്ട് ഷോർട്ട് ടേം ഫണ്ട്സ് ഉണ്ട്, ലോങ് ടേം ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ, ഇതിൽ ഏതൊന്ന് ഫിനാൻസ് ചെയ്യണം? വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഏതിൽ നിന്നാണ് റേസ് ചെയ്യേണ്ടത്? ഷോർട്ട് ടേം ഫണ്ടിൽ നിന്നാണോ ലോങ് ടേം ഫണ്ടിൽ നിന്നാണോ റേസ് ചെയ്യേണ്ടത്? സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഫിനാൻസിങ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നത്. സോ ഷോർട്ട് ടേം ഫണ്ട്സ് എന്താണ്? ഷോർട്ട് ടേം ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ബോറോയിങ്സ് ആണ്. 1 വർഷത്തിനുള്ളിൽ അടച്ചു തീർക്കേണ്ട ബാധ്യതകൾ. ലോങ് ടേം ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ൽ കൂടുതൽ വർഷം എടുത്തിട്ട് അടച്ചു തീർക്കേണ്ട ബാധ്യതകൾ. ഓക്കെ, ഷോർട്ട് ടേം ഫണ്ട്സ്. സോ ഇറ്റ് ഈസ് ലെസ് കോസ്റ്റ്ലി ദാൻ ലോങ് ടേം ഫണ്ട്. ഷോർട്ട് ടേം ഫണ്ട്സ് ആർ ലെസ് കോസ്റ്റ്ലി ദാൻ ലോങ് ടേം ഫണ്ട്. കോസ്റ്റ് വളരെ കുറവാണ് കമ്പയർഡ് ടു ലോങ് ടേം ഫണ്ട്സ് ആൻഡ് ഫേവറബിൾ ഇമ്പാക്റ്റ് ഓൺ പ്രോഫിറ്റബിലിറ്റി. സോ കോസ്റ്റ് കുറവായ കാരണം, ഇൻട്രസ്റ്റ് റേറ്റ് കുറവായ കാരണം കമ്പയർഡ് ടു ലോങ് ടേം ഫണ്ട്സ് അല്ലെങ്കിൽ ലോങ് ടേം ബോറോയിങ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായ കാരണം, കോസ്റ്റ് കുറവായ കാരണം പ്രോഫിറ്റ് കൂടും. അറ്റ് ദ സെയിം ടൈം ലോങ് ടേം ഫണ്ട് എടുക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി കൂടുതലായിരിക്കും. സോ വാട്ട് ഈസ് ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ഫണ്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 12 ലക്ഷം രൂപ, 12 lakh rupees നമ്മൾ എന്ത് ചെയ്തു? 12 lakh rupees നമ്മൾ ഷോർട്ട് ടേം ഫണ്ട് നിന്ന് എടുത്തതെന്ന് വിചാരിക്കും. ഓക്കെ, സോ ഷോർട്ട് ടേം ഫണ്ട് നിന്നാണ് 12 lakh rupees എടുത്തതെങ്കിൽ നമ്മൾ ഓരോ മാസവും നമ്മൾ എത്ര വെച്ചിട്ട് അടയ്ക്കണം? 10,000 rupees per month വെച്ചിട്ട് നമ്മൾ അടയ്ക്കണം. എന്നാൽ മാത്രമേ ഇത് 1 lakh ആണ്. 1 lakh rupees നമ്മൾ ഓരോ മാസം അടച്ചാലാണ് 12 months കൊണ്ട് 12 lakh ആവുള്ളൂ. ഓക്കെ, ഇൻട്രസ്റ്റിൻ്റെ കാര്യം ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമാണ്. സോ അവിടെ 1 lakh വെച്ചിട്ട് ഓരോ മാസവും പോകുന്നുണ്ട്. എന്നാൽ നമ്മൾ ഒരു 12 yearsന് വേണ്ടിയിട്ടാണ്, ലോങ് ടേം 12 yearsന് വേണ്ടിയിട്ടാണ് എടുത്തതെങ്കിൽ നമുക്ക് പെർ ഇയർ ഇവിടെ 1 lakh പോവുള്ളൂ. സോ നമ്മുടെ കയ്യിൽ ലാഭത്തിൽ നിന്ന് 1 lakh പോവുള്ളൂ. പക്ഷേ പെർ ഇയർ ആണ്, പക്ഷെ ഇവിടെ പെർ മന്ത് ആണ് നമുക്ക് 1 lakh പോവുക. അങ്ങനെ 12 lakh ആണ് ഒരു വർഷത്തെ ലാഭത്തിൽ നമ്മൾ മാറ്റി വയ്ക്കുക. പക്ഷേ ഇവിടെ നമുക്ക് എത്രയാ? ഒരു വർഷം നമുക്ക് 1 lakh മാറ്റി വയ്ക്കണല്ലോ. അങ്ങനെ 12 years കൊണ്ട് നമ്മൾ അടച്ചു തീർത്താൽ മതി. ഓക്കെ, സോ ലിക്വിഡിറ്റി കൂടുതലായിരിക്കും, കൂടുതൽ ഫണ്ട് അവൈലബിലിറ്റി ലോങ് ടേം ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കും ഓർഗനൈസേഷനിൽ. അപ്പോൾ ഒരു ഫിനാൻസിങ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് ചെയ്യുക? ഇറ്റ് ഷുഡ് ബി എ മിക്സ്ഡ് ഓഫ് വാട്ട്? ഷോർട്ട് ടേം ഫണ്ട്സ് ആൻഡ് ലോങ് ടേം ഫണ്ട്സ് ടു എൻഷുർ ബോത്ത് ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. സോ ഷോർട്ട് ടേം ഫണ്ടും ലോങ് ടേം ഫണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. ദർ ആർ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഡീൽസ് വിത്ത് ഫിനാൻസിങ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ ഫിനാൻസിങ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് അപ്രോച്ചസ് ഉണ്ട്. നമുക്ക് മെയിനായിട്ട് 3 പഠിക്കാനുള്ളത്. സോ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹെഡ്ജിങ് അപ്രോച്ച്, ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മാച്ചിങ് അപ്രോച്ച്. അതായത് ലൈഫ് ഓഫ് അസെറ്റ് ഇസ് ഈക്വൽ ടു മെച്യൂരിറ്റി ഓഫ് ഫിനാൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അസെറ്റിൻ്റെ ലൈഫ് 10 years ആണെങ്കിൽ നമ്മൾ 10 വർഷത്തേക്കായിരിക്കും എന്ത് ചെയ്യുക? ഫിനാൻസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലോങ് ടേം ആയിരിക്കും എടുക്കുക. ഇതാണ് മാച്ചിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ഗ്രാഫ് നോക്കാം. ഞങ്ങളുടെ ടെക്സ്റ്റിൽ ഈ ഗ്രാഫില്ല, നിങ്ങൾ ഈ ഗ്രാഫ് നോട്ടിലേക്ക് വരച്ചിടുക. ടെക്സ്റ്റിൽ ഇതിൻ്റെ റൈറ്റ് അപ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് വരച്ചിടുക, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. സോ എന്താണ് ഹെഡ്ജിങ് അപ്രോച്ച് നോക്കാം. അപ്പോൾ നമുക്ക് അസെറ്റ്സിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: കറണ്ട് അസെറ്റ്സ് ആൻഡ് നോൺ കറണ്ട് അസെറ്റ്. നോൺ കറണ്ട് അസെറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസെറ്റ് ആണ്.
സോ ഇവിടെ വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് കറണ്ട് അസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിന് 2 കാറ്റഗറി ഉണ്ട്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, നേരത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. സോ ഈ ഒരു പോർഷനാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഈ ഒരു പോർഷനാണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കമ്പനി ഈ ഹെഡ്ജിങ് അപ്രോച്ചിൽ കമ്പനി എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ചെയ്യുന്നത്? ഇവിടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് പെർമനൻ്റ്ലി ബ്ലോക്ക്ഡ്. സോ ഈ വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സഡ് അസറ്റിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലും അതായത് ഫണ്ടും കമ്പനി റേസ് ചെയ്യുന്നത് ലോങ് ടേം സോഴ്സിൽ നിന്നാണ്, ലോങ് ടേം ഫിനാൻസിൽ നിന്നാണ്. ഓക്കെ, സോ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ചെയ്യുന്നത് ഷോർട്ട് ടേം ഫിനാൻസിൽ നിന്നാണ്. ഇതാണ് ഹെഡ്ജിങ് അപ്രോച്ച് അല്ലെങ്കിൽ മാച്ചിങ് അപ്രോച്ച് എന്ന് പറയുന്നത്. ദിസ് അപ്രോച്ച് ഈസ് ഓൾസോ നോൺ ആസ് സെൽഫ് ലിക്വിഡേറ്റിംഗ് അപ്രോച്ച്. ഓക്കെ, സോ വൈ ആക്സിസിൽ അസറ്റാണ് എടുത്തിട്ടുള്ളത്, എക്സ് ആക്സിസിൽ ടൈമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെഡ്ജിങ് അപ്രോച്ച് അല്ലെങ്കിൽ മാച്ചിങ് അപ്രോച്ച് അല്ലെങ്കിൽ സെൽഫ് ലിക്വിഡേറ്റിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി കൺസർവേറ്റീവ് അപ്രോച്ചാണ്. സോ കൺസർവേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇവിടെ കമ്പനി റിസ്ക് വളരെ കുറവേ എടുക്കുള്ളൂ. കാരണം നോൺ കറണ്ട് അസറ്റും പെർമനൻ്റ് വർക്കിംഗ് ക്യാപിറ്റലും ആൻഡ് എ പോർഷൻ ഓഫ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. സോ ഈ 3 പോർഷനും കമ്പനി റേസ് ചെയ്യുന്നത് ലോങ് ടേം ഫിനാൻസിൽ നിന്നാണ്. സോ കമ്പനിക്ക് ലിക്വിഡിറ്റി കൂടുതലായിരിക്കും. ആൻഡ് എ പാർട്ട് പോർഷൻ ഓഫ് ദെൻ നമുക്ക് ആവശ്യഘട്ടങ്ങളിൽ വരുന്നത് ടെമ്പററിയുടെ ഒരു പകുതി ഭാഗം മാത്രമാണ് നമ്മൾ ഷോർട്ട് ടേം ഫിനാൻസിൽ നിന്ന് റേസ് ചെയ്യുന്നുള്ളൂ. ഇതിനെയാണ് കൺസർവേറ്റീവ് അപ്രോച്ച്. സോ ഇത് കുറച്ചും കൂടി ഓർഗനൈസേഷന് റിസ്ക് ഫ്രീ ആണ്. കമ്പനിയുടെ ലിക്വിഡിറ്റിനെ ഒരിക്കലും എഫക്റ്റ് ചെയ്യണില്ല. കാരണം കൂടുതൽ ഫണ്ട് എടുത്തേക്കുന്നത് ലോങ് ടേം ഫിനാൻസിൽ നിന്നാണ്. ഓക്കെ, ഇതാണ് കൺസർവേറ്റീവ് അപ്രോച്ചിൽ വരുന്നത്. ദെൻ ദ തേർഡ് അപ്രോച്ച് ഈസ് aggressive approach. സോ aggressive അപ്രോച്ചിൽ മോർ റിസ്ക് എടുക്കുന്നുണ്ട്. ഇവിടെ ഫിക്സഡ് അസറ്റും നോൺ കറണ്ട് അസറ്റും ആൻഡ് എ പാർട്ട് ഓഫ് പെർമനൻ്റ് വർക്കിംഗ് ക്യാപിറ്റലും ലോങ് ടേം ഫിനാൻസിൽ നിന്നാണ് എടുക്കുന്നത്. പെർമനൻ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ മൊത്തമായിട്ട് ഷോർട്ട് ടേം ഫിനാൻസിൽ നിന്നാണ് എടുക്കുന്നത്. സോ ഇവിടെ കമ്പനിക്ക് കൂടുതൽ റിസ്ക് കൂടുതലാണ്. കാരണം ലിക്വിഡിറ്റീനെ എഫക്റ്റ് ചെയ്യാനാണ്. അതേപോലെ തന്നെ ലെസ് കോസ്റ്റ്ലി ആണ്. ലെസ് കോസ്റ്റ്ലി മോർ പ്രോഫിറ്റബിൾ ആണ്. പ്രോഫിറ്റ് കൂടുതലാണ്. കോസ്റ്റ് കുറവാണ്. കാരണം കൂടുതൽ ഫണ്ടും റേസ് ചെയ്തേക്കുന്നത് ഷോർട്ട് ടേം ഫിനാൻസിൽ നിന്നാണ്. ഓക്കെ, അത് കാരണം പ്രോഫിറ്റ് കൂടും. ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും, പ്രോഫിറ്റ് വിൽ ബി ഹൈ. സോ ഇതാണ് അഗ്രസീവ് അപ്രോച്ച്. ഇനി ഇത് കൂടാണ്ട് നിങ്ങൾക്ക് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ചും കൂടി ഞങ്ങളുടെ ടെക്സ്റ്റിൽ കാണാം. സീറോ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ ഇല്ല. അതായത് കറണ്ട് അസറ്റ് എത്രയാണോ അത്ര തന്നെ കറണ്ട് ലയബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ. ഹായ് ഓൾ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് വർക്കിംഗ് ക്യാപിറ്റൽ ഫസ്റ്റ് പോയിൻ്റ് ആണ് നേച്ചർ ഓഫ് ദ ബിസിനസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മാനുഫാക്ചറിങ് കൺസേൺ നോക്കാം, ട്രേഡിംഗ് കൺസേൺ നോക്കാം, പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺ നോക്കാം. മാനുഫാക്ചറിങ് കൺസേണിൽ അവിടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലേ. റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണു, ദെൻ അത് പ്രൊഡ്യൂസ് ചെയ്യണു, ദെൻ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണു, എന്നിട്ടാണ് സെയിൽ ചെയ്യണത്. സോ അവിടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് കൂടും. നെക്സ്റ്റ് ഒരു ട്രേഡിംഗ് കൺസേൺ ആണ്. ട്രേഡിംഗ് കൺസേണിനെ സംബന്ധിച്ചിടത്തോളം ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് മാത്രമേ വരുന്നുള്ളൂ. ഗുഡ്സ് വാങ്ങുക, ഗുഡ്സ് വിൽക്കുക മാത്രമേ അവർക്ക് വരുന്നുള്ളൂ. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് അവിടെ വരുന്നില്ല. സോ കമ്പയർഡ് ടു മാനുഫാക്ചറിങ് കൺസേൺ, ട്രേഡിംഗ് കൺസേണിന് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് ഒരു പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺ എടുക്കാം. പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺ എടുക്കുമ്പോൾ വാട്ടർ സപ്ലൈ എടുക്കാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ റെയിൽവേ. ഈ റെയിൽവേനൊക്കെ നമുക്ക് എന്തായിരിക്കും, ഫിക്സഡ് അസറ്റിലായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ. അവിടെ കറണ്ട് അസറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവായിരിക്കും. സോ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വളരെ കുറവായിരിക്കും ഇതിൽ കമ്പയർഡ് ടു അതർ ടു, അതായത് മാനുഫാക്ചറിങ് കൺസേൺ ആയാലും ട്രേഡിംഗ് കൺസേൺ എടുക്കുമ്പോഴും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് വളരെ കുറവായിരിക്കും പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺ. ഇതാണ് നേച്ചർ ഓഫ് ബിസിനസ്സിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് പോയിന്റിലേക്ക് പോകാം. സെക്കൻഡ് പോയിന്റ് പ്രൊഡക്ഷൻ സൈക്കിളാണ്. സോ എന്താണ് പ്രൊഡക്ഷൻ സൈക്കിൾ? ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ടു മാനുഫാക്ചർ എ പ്രൊഡക്റ്റ്.
ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന സമയം. സോ ഇതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് കൂടുകയും കുറയുകയും ചെയ്യും. നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യാം എക്സ് ലിമിറ്റഡ്. എക്സ് ലിമിറ്റഡിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് 10 ദിവസമാണ് എടുക്കുന്നത്. വൈ ലിമിറ്റഡിൻ്റെ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമുക്ക് 2 days ആണ് എടുക്കുന്നത്. സോ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് ഏതായിരിക്കും കൂടുതൽ? എക്സ് ലിമിറ്റഡിനായിരിക്കും. കാരണം സൈക്കിളിൻ്റെ ലെങ്ത്ത് എക്സ് ലിമിറ്റഡിനായിരിക്കും കൂടുതൽ. അത് കാരണം വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് കൂടുതൽ എക്സ് ലിമിറ്റഡിനായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് സൈസ് ഓഫ് ദ ബിസിനസ് ആണ്. ഒരു ലാർജ് കൺസേൺ ആൻഡ് സ്മോൾ കൺസേൺ ചെയ്യുമ്പോൾ ലാർജ് കൺസേണിന് എങ്ങനെയായിരിക്കും? ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ് ആവശ്യം. എന്നാൽ ഒരു സ്മോൾ കൺസേണിന് കമ്പയർ ടു ലാർജ് കൺസേൺ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് ആണ് ടേൺ ഓവർ. ഇവിടെ ടേൺ ഓവർ എന്ന് ഉദ്ദേശിക്കുന്നത് സെയിൽസ് ആണ്. സോ ടേൺ ഓവർ മീൻസ് സ്പീഡ് വിത്ത് വിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്കവർഡ് ബൈ ദ സെയിൽ ഓഫ് ഗുഡ്സ്. വർക്കിംഗ് ക്യാപിറ്റൽ എത്രമാത്രം റിക്കവർ ചെയ്യുന്നുണ്ട് ബൈ ദ സെയിൽ ഓഫ് ഗുഡ്സ്. ഇഫ് ദ ടേൺ ഓവർ ഈസ് ഹൈ, അതായത് പെട്ടെന്ന് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മൾ ഇറക്കിയിട്ടുള്ള എമൗണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ we need only less amount of working capital. If the turnover are very slow, then more amount of working capital is required. Next point ആണ് terms of trade. Terms of trade എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ട്രേഡിംഗ് ആക്ടിവിറ്റി ഒരു ഓർഗനൈസേഷനിൽ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. കമ്പനി എ ആൻഡ് കമ്പനി ബി, 2 കമ്പനി ഉണ്ട്. കമ്പനി എ എന്താ ചെയ്യുന്നത്? പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്, കടത്തിന് വാങ്ങുന്നു, ആൻഡ് സെൽസ് ഓൺ ക്യാഷ്. പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ആൻഡ് സെൽസ് ഓൺ ക്യാഷ് ആണ്. കടത്തിന് വാങ്ങുന്നു എന്നിട്ട് പൈസയ്ക്ക് കൊടുക്കുന്നു. കമ്പനി ബി എന്താ ചെയ്യണത്? പർച്ചേസസ് ഓൺ ക്യാഷ് ആൻഡ് സെൽസ് ഓൺ ക്രെഡിറ്റ്. ഏത് കമ്പനിക്കായിരിക്കും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് കൂടുക? സോ ഇവിടെ സ്വാഭാവികമായിട്ടും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് കൂടുക കമ്പനി ബിയിനാണ്. കാരണം അവർ പർച്ചേസ് ചെയ്യുന്ന ക്യാഷിനാണ്, ദെൻ സെയിൽ ചെയ്യണത് ക്രെഡിറ്റിനാണെങ്കിൽ അവർക്ക് കൂടുതൽ സമയം വേണം എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ തിരിച്ച് ഇറക്കിയിട്ടുള്ള എമൗണ്ട് അവർക്ക് തിരിച്ച് കിട്ടാനായിട്ട്. എന്നാൽ കമ്പനി എക്ക് അവിടെ വളരെ കുറവ് സമയം കൊണ്ട് തന്നെ ഇറക്കിയിട്ടുള്ള എമൗണ്ട് തിരിച്ച് കിട്ടുന്നു. ബിക്കോസ് ദേ ആർ പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. സോ ഇവിടെ നിങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എടുക്കുമ്പോൾ നോക്കാം, ഇവിടെ പർച്ചേസ് ചെയ്യണത് എന്തിനാ? ക്രെഡിറ്റിനാണ്, കടത്തിന് വാങ്ങുന്നു. അപ്പോൾ കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്താൽ മതി? ഈ പർച്ചേസ് ചെയ്ത റോ മെറ്റീരിയലിന് പൈസ കൊടുത്താൽ മതി. സോ ഇവിടെ കുറച്ച് ടൈം കിട്ടുന്നുണ്ട് അല്ലേ? റോ മെറ്റീരിയൽ നിന്നൊരു പ്രൊഡക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞുണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് ആകുന്നുണ്ട്. ദെൻ അവരെന്താ ചെയ്യണത്? ഫിനിഷ്ഡ് ഗുഡ്സ് സെയിൽസ് ഓൺ ക്യാഷ് ആണ്. സോ സെയിൽ ഓൺ ക്യാഷ്. സോ ക്യാഷ് എന്ന് പറയുമ്പോൾ ഇത് വരില്ല അല്ലേ? ഡയറക്റ്റ് ക്യാഷിലേക്കാണ് പോണത്. സോ അവർക്ക് അവിടെ കുറവ് സമയം കൊണ്ട് എന്ത് ചെയ്യാണ്? ഇറക്കിയിട്ടുള്ള എമൗണ്ട് കിട്ടുകയാണ്. ഇവിടെ കമ്പനി എനെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുന്നത്? കമ്പനി എക്ക് വളരെ കുറവ് സമയം കൊണ്ട് തന്നെ ക്യാഷിലേക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ കമ്പനി ബിക്ക് കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. സോ അത് കാരണം കമ്പനി ബിക്കാണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് കൂടുക. നെക്സ്റ്റ് പോയിന്റ് ആണ് ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻ. ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് കൂടുകയും കുറയുകയും ചെയ്യും. ഇനി ഞങ്ങൾക്ക് എന്താണ് ഒരു ബിസിനസ് സൈക്കിൾ അറിയാലോ. ഞങ്ങൾക്ക് ബിസിനസ് സൈക്കിളിലെ ബൂം, റിസഷൻ, ഡിപ്രഷൻ ആൻഡ് റിക്കവറി, ഇങ്ങനെ 4 സ്റ്റേജസ് ആണ് ഉള്ളത്. ബിസിനസ് സൈക്കിളിൽ ഇങ്ങനെ 4 സ്റ്റേജസ് ആണുള്ളത്: ബൂം, റിസഷൻ, ഡിപ്രഷൻ ആൻഡ് റിക്കവറി. ബൂം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്നത് ബൂം പീരീഡിലാണ്. സോ അവിടെ ഡിമാൻഡ് കൂടുതലായിരിക്കും, കൂടുതൽ സ്റ്റോക്ക് ആവശ്യമുണ്ട് അല്ലേ? കമ്പനിക്ക് കൂടുതൽ സെയിൽസ് വരും. സോ അത് കാരണം കമ്പനിക്ക് ഏറ്റവും കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യം വരിക, കൂടുതൽ റിക്വയർമെൻറ്റ് ബൂം പീരീഡിലാണ് വരിക. ഇനി ഏറ്റവും കുറവ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിപ്രഷൻ്റെ സ്റ്റേജിലാണ് ഏറ്റവും കുറവ് വർക്കിംഗ് ക്യാപിറ്റൽ വരിക. കാരണം ഡിമാൻഡ് വളരെ കുറവായിരിക്കും, കുറവ് സ്റ്റോക്കേ ഉള്ളൂ, കുറവ് സെയിൽസാണ് നടക്കുന്നത്. സോ അത് കാരണം അവർ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ വളരെ കുറയ്ക്കും. സോ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് വളരെ കുറവായിരിക്കും ഡിപ്രഷൻ സ്റ്റേജിൽ. ബൂം പീരീഡിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് വളരെ കൂടുതലായിരിക്കും. സോ ഇതൊന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പോയിന്റ് ഞങ്ങൾക്ക് വരുന്നത് ആണ് നേച്ചർ ആൻഡ് വാല്യൂ ഓഫ് എ പ്രൊഡക്റ്റ്. സോ വാല്യൂ ഓഫ് ദ പ്രൊഡക്റ്റിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കൂടുകയും കുറയുകയും ചെയ്യും. മെറ്റീരിയലിൻ്റെ കോസ്റ്റ്. ഇഫ് ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ ഈസ് ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്. സോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കൂടുന്തോറും അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൂടുന്തോറും
കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യം വരികയാണ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു 10,000 റുപ്പീസാണ് വരുന്നത്. എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് 10,000 റുപ്പീസാണ് വരുന്നത്. ബി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്യാനായിട്ട് 10 lakh റുപ്പീസാണ് വരുന്നത്. സോ സ്വാഭാവികമായിട്ടും കമ്പനി പ്രൊഡക്റ്റ് ബിക്കായിരിക്കും, അല്ലെങ്കിൽ കമ്പനി ബിയുടെ പ്രൊഡക്റ്റിനായിരിക്കും നമുക്ക് എന്ത് വരിക, ഏറ്റവും കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യം വരിക. ക്ലിയർ ആണോ? നെക്സ്റ്റ് ആണ് സീസണൽ ഫ്ലക്ച്വേഷൻ. ഇത് നിങ്ങൾക്കറിയാം, ചില പ്രൊഡക്ട്സിന് സീസൺ ഉണ്ട് അല്ലേ, ചില ഇൻഡസ്ട്രീസിനൊക്കെ സീസൺ ഉണ്ട്. സോ സീസണിൽ കൂടുതൽ സെയിൽസ് ഉണ്ടായിരിക്കും. സോ അതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് കൂടും. ഓഫ് സീസൺ ആണെങ്കിൽ അവരെന്തായിരിക്കും, സെയിൽ വളരെ കുറവായിരിക്കും, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് കുറയും. അതാണ് സീസണൽ ഫ്ലക്ച്വേഷൻ. യൂസ് ഓഫ് മാനുവൽ ലേബേഴ്സ് ഓർ മെഷീൻസ്. സോ ഒരു കമ്പനി ലേബർ ഇൻറ്റൻസീവ് ആണോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ എന്നനുസരിച്ചിരിക്കും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ലേബർ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ കൂടുതൽ ലേബേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ അങ്ങനത്തെ ഓർഗനൈസേഷനിൽ കൂടുതൽ സാലറി കൊടുക്കേണ്ടി വരും അല്ലേ. സോ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കൂടുതലായിരിക്കും. ക്യാപിറ്റൽ ഇൻറ്റൻസീവിൽ മെഷീൻസ് ആയിരിക്കും കൂടുതൽ, ലേബേഴ്സ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില കാർ കമ്പനീസ്, ഇപ്പോൾ BMW അങ്ങനത്തെ കാർ കമ്പനീസ് എന്തായിരിക്കും, ലേബേഴ്സ് ഉണ്ടായിരിക്കില്ല, അവിടെ കംപ്ലീറ്റ് മെഷീൻസ് ആയിരിക്കും പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടാവുക, ലേബേഴ്സ് വളരെ കുറവായിരിക്കും. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, അതായത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, മെഷീൻസ് ആയിരിക്കും അവിടെ കൂടുതൽ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് വളരെ കുറവായിരിക്കും. നെക്സ്റ്റ്, ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്. ഒരു ഗ്രോയിങ് കൺസേൺ ആണ്. ആ കൺസേണിന് എക്സ്പാൻഷൻ ഉണ്ട്, പുതിയ പുതിയ ഏരിയയിൽ ബിസിനസ് തുടങ്ങാനുള്ള സാധ്യത ഒരുപാടുണ്ട്. സോ എക്സ്പാൻഡിങ് ഫേം ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് കൂടും. സോ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന കൺസേണിനൊക്കെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് വളരെ കുറവായിരിക്കും. സോ ഇത്രയും പോയിൻ്റാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. ഇത്രയും പോയിൻ്റ് ഒന്ന് നോക്കുക. ഇതാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്നത്.